2 ദിവസം ചെറിയൊരു പനിയായിരുന്നു. അപ്പം അതിൻ്റെ പേരിലാണ് അപ്ഡേറ്റ് മുടങ്ങിപ്പോയത്. പക്ഷേ ഇപ്പോഴും ഞാൻ പൂർണ്ണമായിട്ട് റിക്കവർ ആയിട്ടില്ല. പക്ഷേ പല വാർത്തകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് ഇന്ത്യയുമായി ബന്ധപ്പെട്ട്. ഞാനിപ്പം പല മലയാളം ഡെയിലിയിലും ന്യൂസ് ചാനലിലൊക്കെ നോക്കി, മുംബൈ അറ്റാക്കുമായി ബന്ധപ്പെട്ട് തബൂർ, റാണ, ഇന്ത്യയെ കൊണ്ടുവന്നു. ഇവരെന്തൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കി. കാരണം മുംബൈ അറ്റാക്ക് റിപ്പോർട്ട് ചെയ്തൊരു ജേർണലിസ്റ്റ് ഞാൻ 2008 ന്യൂസ് എക്സ് എന്ന് പറയുന്ന ചാനലിന് വേണ്ടി. ഞാനെന്നാ ചാനലിലെ SIT ഹെഡായിരുന്നു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം. അപ്പം എനിക്കിതിനെപ്പറ്റി ശരിക്കും അറിയാം. ഈ പറയുന്ന യഥാർത്ഥ ഇഷ്യൂയിലോട്ട് ഇവർ പോകുന്നില്ല. ഇപ്പം ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നു അയാളെ തൂക്കിക്കൊല്ലും, അതാണ് മാടയാണ് കോഴയാണ്. പക്ഷെ എന്താണ് യഥാർത്ഥ ഇഷ്യൂ? യഥാർത്ഥ ഇഷ്യൂ എന്ന് പറയുന്നത് മുംബൈ അറ്റാക്കിൻ്റെ പുറകിലുള്ള ആരൊക്കെയാണ്, അതിനെപ്പറ്റി ഇന്നും ഇന്നും പുറത്തു വന്നിട്ടില്ല. ചില ആൾക്കാർ ഹഫീസ് സെയ്ദിൻ്റെ പേര് പറയുന്നു, മസൂദ് അസറിൻ്റെ പേര് പറയുന്നു, ഡേവിഡ് കോഹ്ലി അയാളുടെ പേര് പറയുന്നു, റാണയുടെ പേര് പറയുന്നു. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. മുംബൈ അറ്റാക്ക് ശരിക്കും ഒന്ന് വായിച്ചു നോക്കണം. ആ അറ്റാക്കിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാവുന്ന ഇഷ്യൂ ആണ്. മുംബൈ അറ്റാക്കിൻ്റെ പുറകിൽ ഇന്ത്യക്കാരുണ്ടെന്ന് അന്നത്തെ അലിഗേഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ റാണ എന്ന് പറയുന്ന, ഈ ഡേവിഡ് കോൾമാൻ എന്ന് പറയുന്ന റാണ ഏകദേശം 60 പ്രാവശ്യമാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്, രണ്ടുപേരും കൂടെ. അതിൽ ഈ റാണ എന്ന് പറയുന്നത്, തവൂർ റാണ എന്ന് പറയുന്നത് പട്ടാളത്തിൽ നിന്ന്, പാകിസ്ഥാൻ പട്ടാളത്തിൽ നിന്ന് VRS എടുത്ത ഡോക്ടറായ ഒരു ക്യാപ്റ്റനാണ്. ഇയാളെന്ന് പിന്നീടത് ഇമിഗ്രേഷൻ എടുത്തിട്ട് കാനഡയിൽ പോയി, അവിടുന്ന് ഷിക്കാഗോയിൽ വേൾഡ് ഇമിഗ്രേഷൻ ഓഫീസ് ഓപ്പൺ ചെയ്തു ഷിക്കാഗോയിൽ. അവിടെ വെച്ച് ഈ ഡേവിഡ് കോൾമാനുമായിട്ട് പരിചയപ്പെട്ട് കാനഡയിൽ വെച്ചുണ്ടായ പരിചയമെന്ന് പറയുന്നു. പിന്നീട് ISISൻ്റെ ഓപ്പറേറ്റീവ് ആയിരുന്നു ഇയാൾ. ഇന്ത്യയിൽ 3 ഓഫീസ് ഉണ്ടായിരുന്നു. ബോംബെയിലുണ്ടായിരുന്നു, ബാംഗ്ലൂരിലുണ്ടായിരുന്നു, ചെന്നൈയിലുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അന്നത്തെ മറാഠ പത്രങ്ങളിൽ വന്നു. അന്നൊന്നും സോഷ്യൽ മീഡിയ ഇല്ല. അപ്പോൾ ഈ മറാഠ പത്രത്തിൻ്റെ അതിൻ്റെ ക്ലിപ്പ് എൻ്റെ ഒരു മറാഠി ജേർണലിസ്റ്റ് എനിക്കന്ന് ഇമെയിലിൽ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്ലിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് എൻ്റെ ചാനലിലെ ഉടമസ്ഥൻ എന്ന് പറയുന്ന പീറ്റർ മുഖർജിയാണ്. നിങ്ങൾക്കറിയാം ഇന്ദ്രാണി മുഖർജി, പീറ്റർ മുഖർജി കേസ്. അപ്പം ഞാൻ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, നമുക്കിത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, ഞാൻ വേണമെങ്കിൽ ഇത് അണ്ടർ കവർ ഓപ്പറേഷൻ നടത്താം. അപ്പം അദ്ദേഹം ആദ്യം ഞാൻ പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട്, പിന്നീട് അദ്ദേഹം ഡൽഹി വന്ന സമയത്ത് എന്നെ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ആ ചാനലിൽ നിന്ന് ഇഷ്യൂ ഉണ്ട്, നിങ്ങൾക്ക് പറയാം. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് മിനിസ്ട്രി ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് അതുമായിട്ട് ഇഷ്യൂ ആയി, ചിദംബരത്തിൻ്റെ മകനുമായിട്ടുള്ള ഇഷ്യൂ ആയി. അപ്പം അന്ന് അതിൻ്റെ എഡിറ്ററായിട്ട് വന്ന വീർ സാങ്വി ഈ ചാനൽ, പിന്നെ സാങ്വിയായിട്ട് ഈ ചാനൽ ഉടക്കുണ്ടായി കഴിഞ്ഞ് സാങ്വി തന്നെ ഈ ചാനലിനെതിരെ പരാതി കൊടുത്തിട്ട് പിന്നെ ഈ ചാനലിലെ അൺസർട്ടനിറ്റിയായി. കാരണം അതിൻ്റെ ലൈസൻസ് വിഡ്രോ ചെയ്യുമോ എന്നൊക്കെയുള്ള വലിയ ഇഷ്യൂ ആയി. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഈ പ്രപ്പോസൽ കൊടുക്കുന്നത്, നമുക്കിത് അണ്ടർ കവർ ഓപ്പറേഷൻ ചെയ്യാം. അന്ന് ഞാൻ പറഞ്ഞു, സ്പൈ ക്യാമറ നമുക്ക് എവിടെ നിന്ന് മേടിക്കാം, അതിൻ്റെ കോസ്റ്റ് എത്ര, കാരണം ബജറ്റ് ഉൾപ്പെടെയാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് 3 പേരുടെ ആവശ്യമുണ്ട്, ബോംബെ പോയിട്ടും പല റൂട്ടുകളുണ്ട്, നമുക്കിത് ചെയ്യാം. കാരണം ഇന്ത്യക്കാരിത് സഹായിച്ചിട്ടുണ്ട് ഈ അറ്റാക്കിൽ. കാരണം ഞാൻ ആ മറാഠി ക്ലിപ്പിങ് അതെടുത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹത്തോട് പറയുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി ചെയ്യാൻ പറ്റത്തില്ല, കാരണം ആ സമയത്ത് ഇത് പോകുന്നത് അന്ന് ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ. അപ്പം അതിന് ആ ക്ലിപ്പിംഗ് പറയുന്നതും പിന്നീട് അത് മുഴുവനും ഡിലീറ്റ് ചെയ്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ സംഭവം പൂർണ്ണമായിട്ടും ഒതുക്കി അങ്ങ് വെച്ചു. അതിനകത്ത് എന്താ പറയുന്നത്, ബോംബെ ഓഫീസ് ഇനാഗുറേറ്റ് ചെയ്ത സമയത്ത്, അതായത് റാണയുടെ, ആരാണ് സഹായിച്ചത്? അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീലിലെ ഏറ്റവും അടുത്ത പൊളിറ്റീഷ്യനാണ് ഈ റാണയെ സഹായിച്ചത്. എത്ര പത്രത്തിൽ വന്നു ഈ സംഭവം? നമ്മൾ ഓരോന്ന് പറയുമ്പോൾ
നമ്മളിപ്പം ഗോകുലം ഗോപാലിൻ്റെ കാര്യം മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും പറയുമ്പോൾ ഇതിനകത്ത് എക്സാക്ട് സംഭവം പറയണ്ടായോ, ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഇപ്പം 9/11 പോലെയാണ് ഈ 2008 26/11 എന്ന് പറഞ്ഞ ഈ അറ്റാക്ക് എന്ന് പറയുന്നത്. ഇന്ത്യ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച തീവ്രവാദികളായ ISISന്റെ സംഭവമാണ്. നമ്മളെന്തോ ഒരു സംഭവം നടത്തിയത്, ഒരു അന്വേഷണം നടത്തി. ഇതിൽ ഫർദറായിട്ടുള്ള ആൾക്കാർ പാകിസ്ഥാനിലും ലോകത്തിൻ്റെ പല ഭാഗത്തും. എന്തിനാ ശിവരാജ് പാട്ടീലിനെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റിയത് നിങ്ങൾക്കറിയോ? ഏതെങ്കിലും പത്രം ഇത് റിപ്പോർട്ട് ചെയ്തോ? ശിവരാജ് പാട്ടീൽ ആ പോസ്റ്റിൽ നിന്ന് മാറ്റിയത് ഈ ക്ലിപ്പിങ്ങിൻ്റെ പേരില്ല. എന്നിട്ട് ചിദംബരം പുതിയ ഹോം മിനിസ്റ്ററായിട്ട് വരുന്ന രാധാ വിനോദ് രാജു, മലയാളി, അദ്ദേഹത്തെ NIA എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നു, അതിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നു. ഇപ്പം നമ്മുടെ ജേക്കബ് പുന്നൂസ്, പഴയ കേരളത്തിലെ DGP, അദ്ദേഹം ഈ പറയുന്ന രാധാ വിനോദ് രാജുവിൻ്റെ ബാച്ച്മേറ്റാണ് IPS. അതേപോലെ ഹരിയാനയുടെ പഴയ DGP ജോൺ B. ജോർജ്, അദ്ദേഹം ഈ പറയുന്ന രാധാ വിനോദ് രാജുവിൻ്റെയൊക്കെ ബാച്ച്മേറ്റാണ്. ഇപ്പം രാധാ വിനോദ് രാജു JNK കേഡറിലുള്ള സീനിയർ ഓഫീസറാണ്. അദ്ദേഹം ജോയിൻറ്റ് അഡീഷണൽ ഡയറക്ടറായിരുന്നു CBIയിൽ, ഏറ്റവും മിടുക്കനായ ഓണസ്റ്റ് ഓഫീസർ, എൻ്റെ ഒരു സുഹൃത്തും കൂടാണ്. അദ്ദേഹം കേരളത്തിൽ ഇത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ശേഷമാണെന്ന് തോന്നുന്നു അദ്ദേഹം ക്യാൻസർ വന്ന് മരിച്ചുപോയി. അദ്ദേഹം കല്യാണം കഴിച്ചേക്കുന്ന ഒരു മലയാളിയെ ആലീസ് എന്നങ്ങാണ്ട അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര്. നിങ്ങൾ മനസ്സിലാക്കുക, പല കാര്യങ്ങളും എനിക്ക് ഇതിനെപ്പറ്റി അറിയാം. പക്ഷെ പലതും ആ സന്ദർഭത്തിൽ ഈ പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് അവർ തന്നെ ഒതുക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥ ഇഷ്യൂ. അതേപോലെ തന്നെ നിങ്ങൾ ഇന്നത്തെ ചില മലയാള പത്രത്തിൽ വന്നു, റാണ കേരളത്തിലെ കൊച്ചിയിൽ വന്നിരുന്നു. ശരിയാണ്, അവിടെ താജ് ഹോട്ടലിൽ താമസിച്ചു. ഡേവിഡ് കോൾമാനും വന്നിരുന്നു. അതായത് ഈ അറ്റാക്ക് നടക്കുന്നതിന് മുമ്പായിട്ട്. ഇനി ഞാൻ പറയാൻ ചില കാര്യങ്ങൾ, പക്ഷെ പിന്നീട് ഒരു പത്രത്തിലും വന്നില്ല, എവിടെയും വന്നില്ല. പക്ഷേ ഇതൊക്കെ ഇനിയും തെളിയാൻ പോവാണ്. കേരളത്തിൽ നിന്നൊരു മന്ത്രി, കേന്ദ്രത്തിൽ സഹമന്ത്രിയായിട്ടിരിക്കുന്ന മന്ത്രി ഈ പറയുന്ന റാണയെ കണ്ടു ആ ഹോട്ടലിൽ വെച്ച്. ആ മന്ത്രി ഇത് ജീവിച്ചിരിപ്പില്ല. അയാൾ കൊച്ചിയിലും മലപ്പുറത്തും കോഴിക്കോടും ഇതിൻ്റെ ഓഫീസ് തുടങ്ങാൻ വന്നതാ ഈ കവറിന് വേണ്ടി. നിങ്ങൾ ഓരോന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഈ റാണ ഈ ആഗ്ര ചെന്നൈ വഴിയാണെങ്കിൽ ഇവിടെ കൊച്ചി വരുന്നത്. എന്തിനാ അയാൾ കോഴിക്കോട് പോയത്? നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്ക്. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇതേപോലെ തന്നെ ഈ മന്ത്രിയുടെ വീടുകളിലൊക്കെ പോയിട്ട് ഈ മന്ത്രി തന്നെ ഈ റാണയെ വിളിച്ച് മറ്റുള്ള സീനിയർ മന്ത്രിമാരെ കൊണ്ട് പരിചയപ്പെടുത്തി. വേൾഡ് ഇമിഗ്രേഷൻ്റെ ഓഫീസ് തുടങ്ങാൻ വന്നതാണ്. കാരണം എല്ലാവർക്കും അമേരിക്ക കാനഡ എന്നൊക്കെ ഒലിക്കുമല്ലയോ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും വലിയ റെഡ് കാർപ്പറ്റ് സ്വീകരണം കൊടുത്ത് പക്ക ISIS തീവ്രവാദിക്ക്. ഇതൊക്കെ പുറത്തു വരണ്ടായോ? ഏതൊക്കെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഒരു അമേരിക്കൻ സിറ്റിസൺ, അതായത് പാകിസ്ഥാനിൽ നിന്ന് അമേരിക്ക പോയ ഒരാൾ, അതായത് കനേഡിയൻ പാകിസ്ഥാനി ഒറിജിനാണ്, കാനഡയിൽ പോയി സെറ്റിലായിട്ട് പിന്നെ അമേരിക്കൻ ബിസിനസ് നടത്താൻ പോയി. അയാൾക്ക് ഇന്ത്യയിൽ 3 ഓഫീസ് തുറക്കാൻ വേണ്ടി ഇന്ത്യക്കാരൻ്റെ പിന്തുണയില്ലാതെ തുറക്കാൻ പറ്റൂ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ സംഭവം നടക്കുമോ ഇല്ലയോ? ഈ സിമ്പിൾ കോമൺ സെൻസിൽ ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇതിനെപ്പറ്റി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് നടത്തുന്നത്? കാരണം ഗവൺമെൻറ്റിൻ്റെ ഭയങ്കര നാണക്കേട്. കാരണം ഇതേപോലെ ടെറർ ആക്ട് ഇത്രയും ഇന്ത്യയെ നശിപ്പിക്കാൻ വന്നവൻ ഈ പറയുന്ന ഇന്ത്യ രാഷ്ട്രീയക്കാരും ഭരണമുള്ള നേതാക്കളുമായിട്ടൊക്കെ അവരുമായിട്ട് സഹകരിച്ചു. ഇതെങ്ങനെ പുറത്ത് പറയാൻ പറ്റും? ഏതായാലും ഒരു കാര്യം ഞാൻ വളരെ സന്തോഷമുണ്ട്. ഇത് കോൺഗ്രസ് ഗവൺമെൻറ് ഒന്നും കൊണ്ടുവല്ല, നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തിയാണ്. എവിടെ പോയി ടെററിസ്റ്റ് ഒളിച്ചിരുന്നാലും അവൻ്റെ പുറകെ ഞങ്ങളുണ്ട്, ഞങ്ങൾ അവനെ കൊണ്ടുവരും. അതായത് റാണയ്ക്കറിയാം, ഈ ട്രംപാണ് റാണെ ഇന്ത്യയിലോട്ട് അയച്ചത്. ഇതുകൂടെ പൊളിയാൻ പോകുന്നൊരു സംഭവമുണ്ട്. ഇത്രയും നാളും പൂഴ്ത്തി വെച്ച പല ആൾക്കാരുടെ പേരുകൾ, ആരൊക്കെയാണ് ഇയാളെ സപ്പോർട്ട് ചെയ്തത്, എവിടെ നിന്നൊക്കെയാണ് ഇയാൾക്ക് പണം കിട്ടിയത്. ഈ വന്ന് അറ്റാക്ക് ചെയ്ത കുറച്ച് ആൾക്കാരില്ലേ ബോംബെ അറ്റാക്കിൽ, ഇവർക്കിതൊന്നും അറിയത്തില്ല ആരാ ഇതിൻ്റെ പിറകിൽ നിന്നു. അതാണ് യാഥാർത്ഥ്യം.
അപ്പൊ സത്യം അറിയണം, എന്താണ് ഗൂഢാലോചന. അതാണ് ഞാൻ പല ആവർത്തി ഞാൻ നിങ്ങളോട് പല ടോപ്പിക്കുകളും പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് മോദിയെ പിന്തുണയ്ക്കുന്നത്. കാരണം ഇതേപോലെയുള്ള സംഭവം ഈ മോദി വന്ന ശേഷം ഇന്ത്യ നടത്താൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ ആസ് എ ജേർണലിസ്റ്റ് ഇതേപോലെ ഇൻഡെപ്തായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരാളായതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന പല സ്ഫോടനങ്ങൾക്കും ഇന്ത്യക്കാരുടെ പിന്തുണയില്ലാതെ നടത്താൻ പറ്റത്തില്ല. ഇത് യാഥാർത്ഥ്യമാണ്, ഇത് തമാശയല്ല ഇത്. കാരണം ഞാൻ ഈ കോൺഫ്ലിക്റ്റ് സ്റ്റഡീസൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ, അതിൻ്റെ എക്സ്പേർട്ടുകളായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അവർ ഈ വെപ്പൺസ് കൊണ്ടുവരുന്നു, എക്സ്പ്ലോസീവ് കൊണ്ടുവരും, ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴും ഇവരെ സഹായിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്. ഇവരെ പിടിക്കാത്തിടത്തോളം, അത് ആരാ ഗൂഢാലോചന ഇവരെ സഹായിച്ച് ഇവരെ പിടിക്കാത്തിടത്തോളം കാലം ഈ സ്ഫോടനം, ബ്ലാസ്റ്റും വെടിവെപ്പും നടന്നുകൊണ്ടേയിരിക്കും. ഇതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് മോദി ഗവൺമെൻറ് സക്സസ് ആയത്. ആരെന്ത് ചെയ്താലും, എവിടെ പോയി ഒളിച്ചാലും, ആരൊക്കെയാണ് അതിനെ പിന്തുണച്ച് അവനെ ഞങ്ങൾ പൊക്കും. അതാണ് ഇച്ഛാശക്തി. ഇതൊക്കെ പറയുമ്പോൾ എന്നെ നിങ്ങൾ കൃസംഗി എന്നല്ല പറയണ്ടേ. എന്നെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ടെറർ. അപ്പം അതിനെ ഈ നമ്മൾ ഈ പറയുമ്പോൾ വളരെ കാലം മുമ്പ് ഈ കേരളത്തിലുള്ളവർ ഇതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു, ഈ ബോംബെ അറ്റാക്കൊക്കെ. അപ്പോൾ ഓരോ കാര്യങ്ങൾ പുറത്ത് വരട്ടെ, ആരൊക്കെയാണ് പിറകില്, ആരൊക്കെയാണ് ഈ പറയുന്ന തവൂർ റാണയും മറ്റുള്ളവരെയൊക്കെ സഹായിച്ചത്, ഇതൊന്നും പുറത്തു വന്നിട്ടില്ല. കാരണം ഇന്ത്യക്കാരുടെ സഹായമില്ല, ഇത് നടക്കില്ല. അവര് കറാച്ചിയിൽ നിന്ന് ബോട്ടിൽ വന്നിട്ട് ഈ പറയുന്ന ബോംബെയുടെ സിറ്റിയുടെ കോസ്റ്റൽ ഏരിയയിൽ ഇറങ്ങുന്നു. സിറ്റിയാണ്. അവർ പല ഭാഗത്തോട്ട് പോകുന്നു. ഇവർക്ക് ആരാ എക്സാക്റ്റ് ആയിട്ട് പൊസിഷൻ പറഞ്ഞു കൊടുത്ത് ഇന്ന ലൊക്കേഷൻ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. അപ്പൊ അവിടുത്തെയുള്ള ലോക്കൽ ആൾക്കാരോ സപ്പോർട്ട് ഇല്ലാതെ ഇവർക്ക് അത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതായത് സീരിയസ് ആയിട്ട് പറയാം, അവിടെയുള്ള പൊളിറ്റിക്കൽ ബോസ് ഇവരുടെ ഒന്നും പിന്തുണയില്ലാതെ ഈ റാണയ്ക്ക് ഓഫീസുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അയാൾ ഇതിൻ്റെ കവറായിട്ട് വേൾഡ് ഇമിഗ്രേഷൻ ഓഫീസ് അവിടെ തുടങ്ങാൻ നേരത്തെ ആരൊക്കെയാണ് അയാളെ സഹായിച്ചത്? അയാൾ കവറിന് വേണ്ടി കൊണ്ടുവന്നത്. അതിനകത്ത് പല ആൾക്കാരും ഇവരെ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ നേരത്തെ ഉണ്ടായിരുന്ന മുംബൈ ബ്ലാസ്റ്റ്, ഇപ്പൊ ദാവൂദും ആ വലിയ കൂട്ടർ സഹായിച്ചിട്ടാണ് അത്രയും വലിയ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അന്നും യഥാർത്ഥ പ്രതികളെ ആരെയൊക്കെ പിടിക്കാൻ സാധിച്ചു. ഇത് ഒരു പോസിറ്റീവ് പോയിന്റാണ്. കാരണം എവിടെ, അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ലോകത്തെവിടെ ആണെങ്കിലും ഇതിൻ്റെ പിറകിൽ ആരൊക്കെയാണ്, അവരെ മുഴുവനും പോക്കണം. എന്നാൽ മാത്രമേ ഇന്ത്യക്കാരന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ISIS ഓപ്പറേറ്റീവ് ആയിരുന്നു, ഇഷ്ടം പോലെ പണം ഉണ്ടായിരുന്നു. ഈ പണം ഇവിടുന്ന് വന്നേ. അതാണ് കാനഡ എന്ന് പറയുന്നത് ഒരു ആന്റി ഇന്ത്യ പ്രൊപ്പഗൻഡയുടെ ഹോട്ട് ബെഡ് ആയിരുന്നു, പല രീതിയിൽ. അത് അവിടെയുള്ള ഇന്ത്യക്കാർ മനസ്സിലാക്കുക. അപ്പം അത് ബേസിക്കലി ട്രംപ് വന്നതാണ് ഈ ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. കാനഡ പോലും പേടിച്ചിരിക്കുന്നു. കാരണം ട്രംപ് ഒരു കാരണവശാൽ 1% പോലും ടോളറേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് ഇവനെ എടുത്തുകൊണ്ട് പോയിക്കോളെ, ഇനി ആർക്കൊക്കെ വേണം അവരെ എടുത്തുകൊണ്ട് പോകും. ഇനി കേരളത്തിലെ ചില മെത്രാന്മാരും ചില ആൾക്കാർ, ലിബറൽ ആൾക്കാർ, ഇയാളെ ചെങ്ങല വെച്ചാന്ന് കൊണ്ടുവന്നേ, ഇയാളെ വാ മൂടിയിട്ടാണോ കൊണ്ടുവന്നു. അത് അടുത്ത സംഭവം ഉണ്ടാകെ 168 പേരെയാണ് കൊല്ലപ്പെട്ടത്. 300ഓളം പേരാണ് സീരിയസ്ലി ഇൻജേർഡ് ആയത്. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിറ്റി അതിനെയാണ് കയറി ആക്രമിച്ചത്. ഇതിനകത്ത് 0 ടോളറൻസേ പാടുള്ളൂ. ആരൊക്കെ പ്രതികളാണ്, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം, അതായിരിക്കണം ഇന്ത്യയുടെ അജണ്ട. ആ അജണ്ടയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, 1 രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ.
ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് അത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചകളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.